അപ്പോൾ ഇനിയും ഒരു 5 കൊല്ലം കൂടി വേണമെന്നാണ് പറയുന്നത്. കിട്ടട്ടെ, കിട്ടും. ചോദിക്കാന്നില്ല, കിട്ടും, ഗ്യാരണ്ടി. പിണറായി, ഒരു പേരിനപ്പുറം ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ ദേശം. അനന്തമായ വികസന കാഴ്ചകളാണ് ഇന്ന് ഈ നാട് നമ്മളോട് പറയുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പിണറായി ഗ്രാമപഞ്ചായത്തിലെ പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ മുൻപിലാണ്. കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അത്രമാത്രം മികവുറ്റ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ഒരുങ്ങുന്നത്. 285 കോടി രൂപ ചിലവിൽ സംസ്ഥാന സർക്കാർ കിഫ്ബി സഹായത്തോടെ നിർമ്മിക്കുന്ന പദ്ധതി. അപ്പോൾ ഇന്ന് നാട്ടുവണ്ടിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പിണറായിയിലെ ഈ എഡ്യൂക്കേഷണൽ ഹബിന്റെ വിശേഷങ്ങളാണ്, ഈ വലിയ വികസന കാഴ്ചയെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പിണറായി എഡ്യൂക്കേഷണൽ ഹബിന്റെ വലിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നത്. 285 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഒരൊറ്റ കുടക്കീഴിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമാകും. അതിൽ IHRD ഉണ്ട്, ITI ഉണ്ട്, പോളി ഉണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അങ്ങനെ വിപുലമായ സൗകര്യങ്ങളാണ്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കളിസ്ഥലങ്ങൾ വരുന്നു, ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട്. അങ്ങനെ വലിയൊരു എഡ്യൂക്കേഷണൽ സിറ്റിയാണ് പിണറായിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത് നടപ്പാക്കുന്നത്. ഈ പദ്ധതി ഫെബ്രുവരി മാസത്തോടെ പൂർണ്ണമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ സിറ്റിയായി പിണറായി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചേട്ടാ, എങ്ങനെയുണ്ട് പണിയൊക്കെ? പൊതുവിൽ മോശമില്ല, നല്ല പണി, ഗംഭീരമായ പണി. വേഗം തന്നെ പൂർത്തീകരിക്കേണ്ട രൂപത്തിലുള്ള പണിയാണ് നടക്കുന്നത്. അത് കഠിനമായി എടുത്താണ്, രാത്രിയും കൂടി പണിയെടുത്തുകൊണ്ടാണ് പണിയെടുക്കുന്നത്. അങ്ങനെ നല്ല രീതിയിലുള്ള പണിയാണ് നടക്കുന്നത്. ഇവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്ലാസ്സുകളും വളരെയധികം മനോഹരമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കാണേണ്ടത് തന്നെയാണ്. തുടർഭരണമാണോ ഈ നേട്ടങ്ങൾക്കൊക്കെ കാരണമായത്? അത് പ്രത്യേകിച്ച് അത് പറയേണ്ടത് തന്നെയാണ്. ആ തുടർഭരണം ഉണ്ടാക്കിയ മാറ്റം, കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം വളരെയധികം പ്രകടമായി നമുക്ക് സ്പഷ്ടമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വികസനത്തിനോട്ട് ഈ കാണുന്ന മാറ്റം നമ്മൾ നാട് മുഴുവൻ അറിയണം, മുഴുവനാളും അറിയണം. എല്ലാവരും നിങ്ങൾ കാണിക്കണം. അപ്പോൾ മാധ്യമപ്രവർത്തകരോടുകൂടിയാണ് പറയും, നിങ്ങൾ വിവാദങ്ങൾ മാത്രം കാണിച്ചാൽ പോരാ, നാട്ടിലെ വികസനങ്ങൾ കൂടി കാണിക്കണം. നല്ല വികസനാണ്, നല്ല ഇതായി പുതുതലമുറക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് പഞ്ചായത്ത്? പഞ്ചായത്ത് അടിപൊളിയാണ്. ആദ്യമുള്ളതിനേക്കാളും നല്ല അടിപൊളിയാണ്. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ല വികസനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വികസനം വന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറേ കൂടി വികസനം വരാറുണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോ എഡ്യൂക്കേഷൻ ഹബ്ബൊക്കെ കണ്ടിട്ടില്ലേ? അത് കണ്ടിട്ടില്ലേ? ഒരു കൊല്ലം കൂടി ആകുമ്പോഴേക്ക് അടിപൊളിയാകും. ഒന്നില്ലെങ്കിൽ ഒരുപാട് ആകെ ജോലി കിട്ടും. നാടാകെ മാറുന്നുണ്ട്. ചേട്ടാ, നിങ്ങളുടെ നാട് അപ്പാടെ മാറുകയാണല്ലോ. അവിടെ മാറുക. ഇതുവരെയുള്ള ഒരു വികസന സ്വപ്ന പദ്ധതിയായിട്ട് നമുക്കൊന്നും മനസ്സിൽ പോലും വിചാരിക്കാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ ഈ ഭാവിയിലുള്ള തലമുറക്ക് നല്ലൊരു മാറ്റം തന്നെയാണ് ഇപ്പം ഏറ്റവും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ക്ഷേമ പെൻഷനാണ്. ഇപ്പം 2000 രൂപ സർക്കാർ ക്ഷേമ പെൻഷൻ. അത് പ്രായമുള്ള സ്ത്രീകളെ വീടുകൾ കയറുമ്പം പ്രത്യേകം തുടർ ഭരണം ഇന്നും വേണമെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഒരു കരുത്തുള്ള നേതാവാണ് നമുക്ക് കിട്ടിയത്. നമ്മളാരും മനസ്സിൽ ചിന്തിക്കാതിരുന്ന പദ്ധതി ഈ രീതിയിൽ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ എത്രമാത്രം ദീർഘവീക്ഷണത്തോടെ ആയിരിക്കും അദ്ദേഹം പറയുന്നത്. ആ സഖാവിനെ പ്രത്യേകം പ്രായമുള്ളതാണ് ഏറ്റവും ബഹുമാനത്തോടു കൂടി കാണുന്നത്. നമ്മുടെ ചെറുപ്പക്കാരെക്കാട്ടി പ്രായമുള്ളതാണ് പറയുന്നത്. വീണ്ടും നമ്മുടെ സഖാവിനെ വരണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി അവർക്ക് വിജയേട്ടനാണ്. കാരണം അത്രമാത്രം സ്നേഹത്തോടെ അവർ ചേർത്ത് നിർന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ വിജയേട്ടന്റെ വികസന പ്രവർത്തനങ്ങൾ അത് നാട് മുഴുവൻ വരണമെന്നാണ് അവർ പറയുന്നത്. അതിന് ഇനിയും ഈ ഭരണം മുന്നോട്ട് പോകണം എന്ന വലിയ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ വികസന കാഴ്ചകൾ ഇങ്ങനെ അനന്തമായി തുടരുകയാണ്. പിണറായിയിൽ നിന്ന് ഞങ്ങൾ യാത്ര പറയുകയാണ്. മറ്റൊരിടത്തേക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.